ഹായ്, കല്യാണം കഴിക്കാൻ നിൽക്കുന്ന മക്കൾമാർക്ക് മെസ്സേജാണ്. എല്ലാവരും പേടിച്ചിട്ടാണ്. കാര്യം നാട്ടിൽ ഓരോരോ സംഭവങ്ങളല്ലേ, വീട്ടുകാർ കൊണ്ടുവരുന്നതായാലും ലവ് മാരേജ് ആയാലും എന്തോ ആയാലും ലാസ്റ്റ് കുറച്ചാൽ ജീവിക്കും, പിന്നെ അടി ലഹള വഴക്ക് ചമ്മത്ത്, പിന്നെ ബന്ധം വേർപെടുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ഇണേനെ തേടി എത്തി വീട്ടുകാർ കൊണ്ടുവരുന്നതായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായാലും 1 മാസമോ 2 മാസമോ 6 മാസം ആയിക്കോട്ടെ, അതിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടാകുന്ന കുട്ടികൾ ആണായാലും പെണ്ണായാലും പഠിപ്പിച്ച് അതിനെ ജോലിക്കാരനാക്കുക. അതിൻ്റെ ഉള്ളിൽ ആരെന്ത് പറഞ്ഞാലും അതൊന്നും ചെവിക്കൊള്ളരുത്. നിങ്ങൾ 2 കൂട്ടരും ആയിരിക്കണം. ഇടയിലൊരു മൂന്നാമത്തെ ആവശ്യമില്ല. ജീവിക്കുക, അങ്ങനെ ജീവിക്കുക. പിന്നെ മാതാപിതാക്കളോടൊന്നും ചോദിക്കരുത്. അവരുടെ മനസ്സാക്ഷിക്ക് എന്താ തരുന്നത് അത് മേടിക്കുക. അതെന്ത് തന്നെ ആയാലും ഒന്ന് നഷ്ടപ്പെടുത്തിയോ കടം മേടിച്ചോ പലിശയ്ക്ക് മേടിച്ചോ ഒന്നും ചെയ്യരുത്. അത് ചോദിക്കാൻ പാടില്ല, അങ്ങനെയും ചെയ്യാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പിന്നെ ലഹളയോ വഴക്കോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിലും ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ അത് ഒഴിവാകണം. എത്രയും പെട്ടെന്ന്. കൂടുതൽ നീട്ടിക്കൊണ്ട് പോകരുത്. ആണായാലും പെണ്ണായാലും മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങളുണ്ട്, നിയമപാലകന്മാരുണ്ട്, നല്ലവരായ പോലീസ് സംവിധാനമുണ്ട്. എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കുക, അതിൽ നിന്ന് ഇറങ്ങിപ്പോരുക. പിന്നെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് നീ ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ആ കേസ് കൊടുക്കുക, അവനെ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവളെ നമുക്ക് കൊടുക്കാം. അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ പകുതി ജീവിതം നമ്മൾ കേസിനും കൂട്ടത്തിനും വഴക്കിനും ജമാഅത്തും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഇങ്ങനെയൊക്കെ പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ പെട്ടെന്ന് ഒഴിവാവുക. സ്വയം പറഞ്ഞു ഒഴിവാവുക. എത്ര മനോഹരമാണ്. നമ്മുടെ നാടിനും നാട്ടിലെ സംവിധാനങ്ങൾക്കും ഒക്കെ നല്ല ഒരു ഇതല്ലേ. മറ്റേ എന്താ പറയുക, ഓരോരോ സംഭവങ്ങളാണ്. പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ കിണറ്റി ചാടുക, തൂങ്ങി മരിക്കുക, പിന്നെ ഓടിപ്പോവുക, മരിക്കുക. ഇതിനൊക്കെ ദൈവം തന്ന ജീവിതം എന്തിനാ? എത്രയോ മക്കളുമാരാണെന്നറിയോ ആനത്തിൽ പോകുന്നത്. ഈ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിഷമം. എന്തോരം സംഭവിക്കുമ്പോൾ നാളെ ആട്ടെ നാളെ മാറും ഇങ്ങനെ ഒരിക്കലും അങ്ങനെ നീട്ടരുത്. ഒരാഴ്ചക്കൂട്ടിൽ അങ്ങനെ നീട്ടരുത്. നീട്ടിപ്പോകുമ്പോഴാണ് പല പല ദുഃഖങ്ങളും നമുക്ക് കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് അറിയാൻ വയ്യാത്ത മക്കളവർക്ക് മെസ്സേജാണ്.